നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. GCC രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ എണ്ണം 31.8 ദശലക്ഷമായി. GCC സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ടിനനുസരണം 2023 അവസാനം ജോലിക്കാർ 31.8 ദശലക്ഷമായി. ഇതിൽ 82% വിദേശത്തു നിന്നുള്ളവരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ ഇപ്പോഴും വിദേശക്കാർക്ക് വലിയ പ്രതീക്ഷയായി തുടരുന്നു. GCCയിലെ ജനസംഖ്യ 2023 57.6 ദശലക്ഷം കടന്നു. ആകെ 57.6 ദശലക്ഷം ആളുകളാണ് കഴിഞ്ഞ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ താമസിച്ചിരുന്നത്. പുരുഷന്മാർക്കാണ് എണ്ണം കൂടുതൽ, ഏകദേശം 61%. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയിൽ നന്നേ മുന്നേറ്റമുണ്ടായി. UAEയിൽ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകാത്തവർക്ക് പിഴ. പുതിയ നിയമപ്രകാരം തൊഴിലുടമകൾ GPSSAയിലേക്ക് സംഭാവന വൈകുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ കർശനമായ പിഴ ചുമത്തും. ജൂലൈ 1 മുതൽ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നിക്ഷേപകരുമായി വലിയ ധാരണകൾ. അമേരിക്കൻ സ്വകാര്യ സ്ഥാപനങ്ങളുമായുള്ള ധാരണകൾ മുഖേന $17 ബില്യൺ നിക്ഷേപം ബഹ്റൈൻ സ്വന്തമാക്കി. വ്യോമയാന, ടെക്നോളജി, വ്യവസായ മേഖലകളിലാണ് പ്രധാനമായി നിക്ഷേപം വരുന്നത്. GCC അസർബൈജാൻ തമ്മിൽ സഹകരണ ധാരണ. GCC രാജ്യങ്ങളുടെയും അസർബൈജാന്റെയും സഹകരണം വർദ്ധിപ്പിക്കാൻ പുതിയ പദ്ധതികൾക്ക് തുടക്കം. ആഭ്യന്തര സുരക്ഷ, വ്യാപാര വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി മേഖലയിലാണ് പദ്ധതികൾ. യമനിൽ സമാധാന ശ്രമങ്ങൾക്കായി GCC പിന്തുണ. യമനിലെ തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് GCC മന്ത്രിസഭ പിന്തുണ പ്രഖ്യാപിച്ചു. ഒമാന്റെ മാധ്യമ കൃത്യങ്ങൾക്ക് അഭിനന്ദനവും രേഖപ്പെടുത്തി. ലിബിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ പിന്തുണ തുടരാൻ GCC തീരുമാനിച്ചു. യുദ്ധം നശിപ്പിച്ച രാജ്യങ്ങൾക്ക് GCC രാജ്യങ്ങൾ വീണ്ടും സാമ്പത്തിക രാഷ്ട്രീയ പിന്തുണ വാഗ്ദാനം ചെയ്തു. സൗദിയിൽ കർഷകർക്ക് പുതിയ ധാരണാപത്രം. പുതിയ കാർഷിക നയങ്ങൾ പ്രകാരം സംയുക്ത സംരംഭങ്ങൾക്ക് അനുമതി. ജലസേചനം, ഭക്ഷ്യഭദ്രത തുടങ്ങിയവയ്ക്കായുള്ള നിക്ഷേപങ്ങൾ അനുവദിക്കും. GCC മന്ത്രിസഭയുടെ 164ാം യോഗം റിയാദിൽ. ലെബനോൺ, പാകിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, UN ഒക്കെയുമായുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. സമ്പൂർണ്ണ ഗൾഫ് സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നടപടികൾ ആലോചിച്ചു. സമുദ്ര സുരക്ഷയ്ക്കായി പുതിയ പദ്ധതികൾ. ഹോർമസ് കടലിടുക്കിലൂടെ നടക്കുന്ന നാവിക ഗതാഗതം സുരക്ഷിതമാക്കാൻ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അവതരിപ്പിച്ചു. GCC UN സഹകരണം ശക്തമാകും. ഖത്തറിൽ തൊഴിൽ വിപണി കൂടുതൽ തുറന്നു. ചില തൊഴിൽ മേഖലകളിൽ കൂടുതൽ വിദേശക്കാരെ അനുവദിക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനമെടുത്തു. പ്രത്യേകിച്ച് ടെക്നിക്കൽ നഴ്സിംഗ് മേഖലകളിൽ. UAEയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി വിപുലീകരിക്കുന്നു. പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം തൊഴിൽ ചെയ്യുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും കൂടുതൽ പ്രതിഫലങ്ങൾ ലഭിക്കും. കുവൈത്തിൽ ജലസംഭരണ പദ്ധതികൾക്ക് അനുമതി. ജലക്ഷാമം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പുതിയ റിസർവോയർ പദ്ധതികൾക്ക് കുവൈത്ത് സർക്കാർ അംഗീകാരം നൽകി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.